പുലർച്ചയുടെ മഞ്ഞു മൂടിയ തണുപ്പിൽ ബൈക്കിൻ്റെ എഞ്ചിൻ ശബ്ദം ഗ്രാമത്തിൽ നിശബ്ദതയെ കീറിമുറിച്ചു. ആ ശബ്ദത്തിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, കവല. അവിടെ കാത്തുനിന്ന 2 പണിക്കാരെയും കൂട്ടിയവൻ തെക്കേ പാടത്തേക്കുള്ള മൺവഴിയിലൂടെ യാത്ര തുടർന്നു. മുന്നിൽ വിസ്തൃതമായൊരു കനാൽ പോലെ ഏക്കർ കണക്കിന് പടർന്നു കിടക്കുന്ന നെൽവയൽ. കൊയ്ത്തുകാലത്തിൻ്റെ പടിവാതിക്കൽ നിൽക്കുന്ന കതിരുകൾ കാറ്റിൽ തലയാട്ടി അവരെ സ്വാഗതം ചെയ്തു. ആ വിശാലമായ പച്ചപ്പിനിടയിൽ 3 കണ്ടം മാത്രം കൊയ്യാതെ ഒഴിച്ചിട്ടിരിക്കുന്നു. മണ്ണിൽ വെള്ളരിയും പയറും വിതയ്ക്കാനുള്ള തയ്യാറെടുപ്പുകൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. മോനെ, ഞങ്ങൾ പാടത്ത് പണി തുടങ്ങിക്കോളാം, അങ്ങോട്ട് കളച്ചിട്ട് വരാം, ശങ്കരൻ എന്ന പണിക്കാരൻ രുദ്രനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ശരി, അവൻ ചെറുതായി തലയാട്ടി. ഉച്ചക്ക് നിങ്ങൾക്ക് വല്ല കഞ്ഞിയോ മറ്റോ എത്തിക്കണോ? എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഏർപ്പാടാക്കാം. അവൻ്റെ വാക്കുകളിലെ കരുതൽ കണ്ട് ശങ്കരൻ ഒന്ന് പുഞ്ചിരിച്ചു. കാലത്തിൻ്റെ മുറിവുകൾ പേറുന്ന ആ മുഖത്ത് ഒരു തൃപ്തി വിടർന്നു. വെയിൽ ആറുന്നതിന് മുൻപേ കഞ്ഞിയും പയറും കൊണ്ടുവരണേ മോനെ, ശങ്കരൻ വീണ്ടും ഓർമ്മിപ്പിച്ചു. ഉവ്വ്, തീർച്ചയായും, അവൻ ഉറപ്പു നൽകി. പണിക്കാർ പണിയിൽ മുഴുകിയപ്പോൾ അവൻ ആ പാടവരമ്പിലൂടെ ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങി. ഓരോ ചുവടിലും ഹിരണിയുടെ ഓർമ്മകൾ അവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവിടെ കാറ്റിൽ ഉലയുന്ന കതിരുകൾ അവളോടുള്ള പ്രണയത്തിൻ്റെ മറുമരങ്ങൾ പോലെ അവന് തോന്നി. അവളുടെ മൃദുവായ കൈകൾ തൻ്റെ കൈക്കുള്ളിൽ കോർത്തുപിടിച്ച് നടന്ന ഇടം, താൻ പങ്കുവച്ച സ്വപ്നങ്ങളും അവൾ ചിരിയിലൂടെ തിരിച്ചു നൽകിയ പ്രത്യാശകളും ഈ മണ്ണിൽ ഇന്നും അലിഞ്ഞു ചേർന്നിട്ടുണ്ടാകണം. അവളുടെ സാരിത്തുമ്പിൽ പിടിച്ച് ഈ വരമ്പിലൂടെ നടക്കുമ്പോൾ താൻ സമ്മാനിച്ച ആ പൊൻകുലസ് അവളുടെ പാദങ്ങളിൽ താളമിട്ടിരുന്നു. ആ കുലസ് അവൾക്ക് അണിയിച്ചു കൊടുക്കുമ്പോൾ അവളുടെ മുഖത്തുണ്ടായ ആ നിഷ്കളങ്കമായ സന്തോഷം, ഓ, അതായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. അവൻ എന്നും ഓർക്കുന്നു. അവിടെ വെച്ച് അവൾ തനിക്ക് നൽകിയത് ഒരു കുലസായിരുന്നില്ല, പകരം അവളുടെ സർവവും തന്നെയായിരുന്നു. എന്ന പാടവരമ്പത്ത് തനിച്ചിരിക്കുമ്പോൾ ആ ഓർമ്മകളുടെ മനം ഒരു മാന്ത്രികതയെ പോലെ അവനെ പൊതിഞ്ഞു. കാലം മാറിയെങ്കിലും ഹിരണിയുടെ ഗന്ധം പേറുന്ന ഈ മണ്ണിൽ അവനിന്നും തളച്ചിടപ്പെട്ടിരിക്കുന്നു. പാടത്തിൻ്റെ ഒരറ്റത്ത് ഏകാന്തമായി നിൽക്കുന്ന ആ ചെറിയ വീട്, വർഷങ്ങൾക്ക് മുമ്പ് പണിയായുധങ്ങളും വിത്തും ഒതുക്കി വച്ചിരുന്ന ആ പഴയ തറവാടിൻ്റെ പുറം വാതിൽ രുദ്രൻ മെല്ലെ തള്ളി തുറന്നു. ഉള്ളിൽ തങ്ങി നിൽക്കുന്ന മണ്ണീരത്തിൻ്റെയും പഴയ ഓർമ്മകൾ ഗന്ധം അവൻ്റെ മൂക്കിലേക്ക് ഇരച്ചു കയറി. ഒരു നിമിഷം കൊണ്ട് അവൻ ആ പഴയ കാലത്തേക്ക് പിന്നീടും വലിച്ചെറിയപ്പെട്ടു. കൃത്യം 3 വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ ഓഫീസിൻ്റെ പടിവാതിൽക്കൽ വിറക്കുന്ന കാലുകളുമായി അവൾ ആദ്യമായി വന്നു നിന്നത്. അന്ന് തൊഴിലാളിയും മുതലാളിയും മാത്രമായിരുന്നു അവർ 2 പേരും. എന്നാൽ ഓഫീസിലെ ഫയലുകൾക്കിടയിൽ ടേബിളുകൾക്കുമിടയിൽ ആ സൗഹൃദം എപ്പോഴാണ് പ്രണയത്തിൻ്റെ തീവ്രതയിലേക്ക് എത്തിയതെന്ന് അവന് പോലും അറിയില്ല. അമ്മയുടെ കടുത്ത എതിർപ്പുകളെ പുല്ലുപോലെ തള്ളിക്കളഞ്ഞ് ഹിരണിയല്ലാതെ മറ്റൊരുത്തിയെ ഞാൻ ജീവിതത്തിലേക്ക് ഇനി കൂട്ടില്ല എന്ന് അമ്മയുടെ മുന്നിൽ നെഞ്ചുവിരിച്ച് നിന്നവനാണ് താൻ. പക്ഷേ ആ വലിയ പ്രണയത്തിൻ്റെ ചിലകൾ എപ്പോഴോ ഉടഞ്ഞുപോയി. ഹിരണിയെ ഓർക്കുമ്പോൾ രുദ്രൻ്റെ ഉള്ളിൽ ദേഷ്യത്തിനൊപ്പം പറഞ്ഞറിയിക്കാനാകാതെ കുറ്റബോധത്തിൻ്റെ കനലുകൾ നീറി. പെട്ടെന്ന് കാലുകൾ ബലം നഷ്ടപ്പെട്ടതുപോലെ അവൻ ആ വീടിൻ്റെ തറയിൽ മുട്ടുകുത്തിയിരുന്നു പോയി. കൈപ്പത്തിക്കിടയിൽ മുഖം പൂഴ്ത്തി അവൻ വിങ്ങിപ്പൊട്ടി. ചുമരുകൾക്കിടയിലെ ഇരുട്ടിൽ അവന് പ്രത്യാശയുടെ കാഴ്ചകൾ തെളിഞ്ഞു. തൊട്ടടുത്ത വയലിലേക്ക് നോക്കിയപ്പോൾ സൂര്യനെ പൊൻകിരണങ്ങൾക്കിടയിൽ ഹിരണിയുടെ ചിരിയും സംസാരവും അവന് കേൾക്കുന്നതായി തോന്നി. ആ വയൽവരമ്പിലൂടെ കൈകോർത്ത് നടന്നതും ജോലിക്കിടയിൽ അവൾ തന്നിലേക്ക് നോക്കി മന്ദഹസിച്ചതും കതിരുകൾക്കിടയിൽ ഒളിച്ചു വെച്ച പ്രണയ നിമിഷങ്ങളും വീണ്ടും അവൻ്റെ മനസ്സിലേക്ക് മിഴിവോടെ വന്നു. അതൊക്കെയും ഇന്നലെ നടന്നതുപോലെ അവൻ്റെ കൺമുന്നിൽ വീണ്ടും മിന്നിമറഞ്ഞു. അവളില്ലാതെ ഓരോ നിമിഷം ഒരു യുഗം പോലെ അവനെ വേട്ടയാടി. ഉള്ളിലെ ദേഷ്യം ഒരു കാട്ടുതീ പോലെ പടരുമ്പോഴും അതിനെ കെടുത്താൻ പാകത്തിന് ഹിരണിയോടുള്ള പ്രണയം ആയത്തിൽ അവൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. ഒരുപക്ഷെ ലോകം മുഴുവൻ വെറുത്താലും തന്നിലെ കാമുകനെ തിരുത്താൻ അവൾക്ക് മാത്രമേ കഴിയൂ എന്നവന് അപ്പോഴും ഉറപ്പായിരുന്നു. അവൻ വിറക്കുന്ന ശബ്ദത്തോടെ ആ ശൂന്യതയിലേക്ക് വിളിച്ചു പറഞ്ഞു, എന്തൊരു ക്രൂരനായിപ്പോയി ഞാൻ ഹിരണി. നീ എവിടെയാണ്? നീ തിരിച്ചു വന്നില്ലെങ്കിൽ നിന്റെ അനിയത്തിയുടെ ജീവൻ
ഞാൻ തന്നെ ഇല്ലാതാക്കും. എൻ്റെ ഉള്ളിലെ ദേഷ്യം ഒരു മൃഗത്തെ പോലെ എന്നെ തന്നെ കാർന്നു തിന്നുകയാണ്. എന്നെ തിരുത്താൻ, എന്നിലേക്ക് തിരികെ കൊണ്ടുവരാൻ നീ ഇനിയും തിരിച്ചു വരണം. എനിക്ക് നിന്നെ വേണം. ആ പഴയ വീടിൻ്റെ ചുമരുകൾ അവൻ്റെ നിലവിളിയെ പ്രതിധ്വനിപ്പിച്ചു. വയലിലെ കാറ്റ് വീണ്ടും വീശിയപ്പോൾ ഹിരണിയുടെ സാന്നിധ്യം അവിടെയുണ്ടായിരുന്ന മട്ടിൽ രുദ്രൻ വെറുതെ കണ്ണുകളടച്ച് കാതോർത്തിരുന്നു. ആ പാടവരമ്പത്തെ ഏകാന്തതയിൽ നിന്നും രുദ്രൻ നടന്നകിയത് ഗ്രാമത്തിലെ അറ്റത്തുള്ള ആ പഴയ കള്ളുഷാപ്പിലേക്കാണ്. അവിടെ മരത്തിൻ്റെ കരിങ്കല്ലിൽ ബെഞ്ചിലിരുന്ന് അവൻ ക്ലാസ്സിലേക്ക് ഒഴുകിയിറങ്ങുന്ന ലഹരിയിൽ തൻ്റെ നഷ്ടബോധം ഇല്ലാതാക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരുന്നു. ഹിരണിയുടെ ഓർമ്മകൾ മങ്ങും വരെ ഓരോ തുള്ളി കള്ളിലും അവൻ തിരഞ്ഞത് അവളുടെ കണ്ണുകളിലെ പ്രണയമായിരുന്നു. എന്നാൽ ലഹരി ഏറും തോറും അവളുടെ ഓർമ്മകൾ കൂടുതൽ തെളിച്ചത്തോലെ അവനെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. വൈകുന്നേരത്തിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ രുദ്രൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് ഒരു ഓട്ടോറിക്ഷ വന്നു നിന്നു. അതിൽ നിന്നും പാതി ബോധാവസ്ഥയിൽ ആടിയുലയുന്ന കാലുകൾ അവനെ താങ്ങിയിറക്കിയത് ഗ്രാമത്തിലെ കുറച്ച് ചെറുപ്പക്കാരാണ്. സിറ്റൗട്ടിൽ കാത്തിരുന്ന ജാനകിയമ്മയുടെ കണ്ണുകൾ ആ കാഴ്ചയിൽ നിറഞ്ഞു തുളുമ്പി. രുദ്രൻ്റെ നാവുകളിൽ നിന്ന് കുഴഞ്ഞു വീഴുന്ന ഹിരണി എന്ന വിളി അമ്മയുടെ നെഞ്ചിൽ ഒരു തീക്കനൽ പോലെ തറച്ചു. അവനെ വേഗം അകത്തേക്ക് കൊണ്ടുപോകൂ. ജാനകിയമ്മ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ വാക്കുകൾക്ക് കാത്തു നിൽക്കാതെ ശ്യാം, രുദ്രൻ ചെറിയച്ഛൻ്റെ മകൻ, ഓടിവന്ന് അവനെ താങ്ങി പിടിച്ചു. ആ കാഴ്ചയെല്ലാം നോക്കി നിന്ന പ്രഭയുടെ ഉള്ളിൽ ലഹരി ഒരു തരം ക്രൂരമായ ആനന്ദം പടർന്നു. തൻ്റെ ചേച്ചിയുടെ പേര് ലഹരിയിൽ കുളിച്ചു വിളിക്കുന്ന രുദ്രനെ കണ്ടപ്പോൾ മീര സ്വന്തം ചേച്ചിയോട് തന്നെ അടങ്ങാത്ത വെറുപ്പ് തോന്നി. എന്താ രുദ്രേട്ടന് പറ്റിയത്? ഇങ്ങനെയൊരു കോലത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഏട്ടനെ. ശ്യാമിൻ്റെ ശബ്ദത്തിൽ ആശങ്കയും അമ്പരപ്പും നീലിച്ചു. ജാനകിയമ്മ തൻ്റെ സാരിത്തുമ്പ് കൊണ്ട് നിറഞ്ഞൊഴുകിയ കണ്ണുകൾ തുഴച്ച് ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു. അറിയില്ല ശ്യാമേ, പാടത്ത് പണിക്കാരെ നോക്കാനാണ് അവൻ പോയത്. ഇറങ്ങിപ്പോയത് എൻ്റെ മകനായിട്ടായിരുന്നു. പക്ഷെ തിരികെ വന്നത് കണ്ടില്ലേ, ഈ ശപിക്കപ്പെട്ട കോലത്തിൽ. ആ വാക്കുകളിൽ ഒരമ്മയുടെ എല്ലാവിധ നിസ്സഹായതയും ഉണ്ടായിരുന്നു. രുദ്രൻ ഓരോ പടിയും തപ്പിത്തടഞ്ഞ് നടക്കുമ്പോൾ അവൻ പിറുപിറുക്കുന്ന ഓരോ വാക്കും ഹിരണിയുടെ തീരാത്ത പ്രണയത്തിൻ്റെ ദുഃഖമായിരുന്നു. ആ വീടിൻ്റെ ചുവരുകൾക്ക് പോലും ആ വേദന തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. പ്രഭ ആ കാഴ്ച നോക്കി നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ ഒരു തരം ചിരി മിന്നിമറിഞ്ഞു. തൻ്റെ പദ്ധതികളെല്ലാം വിജയിച്ചിരിക്കുന്നു. ഹിരണിയുടെ ഓർമ്മകൾ രുദ്രനെ ഭ്രാന്തനാക്കുന്നത് കാണാൻ അവൾ കൊതിച്ചിരുന്നു. ആ സന്ധ്യയിൽ ജാനകിയമ്മയുടെ തേങ്ങലുകളും രുദ്രൻ്റെ വിഭ്രാന്തി നിറഞ്ഞ വാക്കുകളും ചേർന്ന് ആ വീടിൻ്റെ അന്തരീക്ഷം മുഴുവൻ ശ്വാസം മുട്ടുന്ന ഒരു ഗൗരവത്തിലേക്ക് മാറി. രുദ്രൻ്റെ ഓരോ ചുവടിലും പ്രണയത്തിൻ്റെ നീലുകളുണ്ടായിരുന്നു. ഒപ്പം അവൾ പോയതിൻ്റെ തീരാത്ത ഇരുട്ടും. രുദ്രൻ്റെ ബോധം മടങ്ങി വന്നത് തലയ്ക്കുള്ളിലെ ഭ്രാന്തമായ വിങ്ങലോടെയാണ്. മങ്ങിയ കണ്ണുകൾ മെല്ലെ തുറന്നപ്പോൾ തൻ്റെ കിടപ്പുമുറിയിലെ സുഗന്ധം അവനെ അസ്വസ്ഥനാക്കി. തൊട്ടടുത്ത് ആശങ്കയോടെ നിൽക്കുന്ന മീരയെ കണ്ടതും അവൻ്റെ ഉള്ളിലെ അടങ്ങാത്ത അമർഷം അഗ്നിപർവ്വതം പോലെ വീണ്ടും പൊട്ടിത്തെറിച്ചു.